الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്ത് യൂനുസിലെ 74-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم بعثنا من بعده رسلا إلى قومهم فجاءوهم بالبينات فما كانوا ليؤمنوا بما كذبوا به من قبل كذلك نطبع على قلوب المعتدين. ثم بعثنا പിന്നെ നാം നിയോഗിച്ചു മിൻ ബഅദിഹി അദ്ദേഹത്തിനു ശേഷം റുസുലൻ ദൂതന്മാരെ ഇലാ ഖൗമിഹിം അവരുടെ ജനതയിലേക്ക് ഫജാഊഹും അവർ അവരുടെ അടുത്ത് വന്നു, ദൂതന്മാർ ജനങ്ങളുടെ അടുത്ത് വന്നു, ബിൽ ബയ്യിനാത്തി സ്പഷ്ടമായ തെളിവുകളുമായി. ഫമാ കാനൂ ലിയുഅ്മിനു അവർ വിശ്വസിക്കുന്നവരായില്ല, ബിമാ കദ്ദബൂ ബിഹി മിൻ ഖബ്ലു മുമ്പ് അവർ നിഷേധിച്ചതിനെ, അവർ തള്ളിക്കളഞ്ഞതിനെ പിന്നെ ഇവർ വിശ്വസിക്കുന്നവരായില്ല. കദാലിക അപ്രകാരം നതുബഉ നാം മുദ്ര വെക്കുന്നു, നതുബഉ അലാ ഖുലൂബിൽ മുഅ്തദീൻ പരിധി വിട്ടവരുടെ ഹൃദയങ്ങൾക്ക്, അല്ലെങ്കിൽ നിയമലംഘകരുടെ ഹൃദയങ്ങൾക്ക് എന്നുകൂടെ അർത്ഥം പറയാം. സുമ്മ ബഅസ്നാ മിൻ ബഅദിഹി പിന്നെ അദ്ദേഹത്തിനു ശേഷം നാം നിയോഗിച്ചു റുസുലൻ ദൂതന്മാരെ ഇലാ ഖൗമിഹിം അവരുടെ ജനങ്ങളിലേക്ക് ഫജാഊഹും അവർ അവരുടെ അടുക്കൽ വന്നു ബിൽ ബയ്യിനാത്തി സ്പഷ്ടമായ തെളിവുകളുമായി. ഫമാ കാനൂ ലിയുഅ്മിനു അവർ വിശ്വസിക്കുന്നവരായില്ല, ബിമാ കദ്ദബൂ ബിഹി മിൻ ഖബ്ലു മുൻഗാമികൾ മുമ്പ് നിഷേധിച്ചത് കൊണ്ട് ഇവരും ആ പാരമ്പര്യത്തിൽ ഇങ്ങനെ പോരുക എന്നുള്ളതല്ലാതെ വിശ്വസിച്ചില്ല. കദാലിക അപ്രകാരം നതുബഉ നാം മുദ്ര വെക്കും, സീല് വെക്കും, അലാ ഖുലൂബിൽ മുഅ്തദീൻ അതിരുവിടുന്നവരുടെ ഹൃദയങ്ങളുടെ മേൽ. നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അള്ളാഹു രക്ഷപ്പെടുത്തിയ കപ്പലിൽ കയറിയ വിശ്വാസികൾ അല്ലാത്ത എല്ലാവരും മരിച്ചൊടുങ്ങി. പിന്നെ ആ വിശ്വാസികളാണ് ഭൂമിയുടെ അനന്തരാവകാശികളായി, നൂഹ് നബി അലൈഹിസ്സലാമയുടെ സന്ദേശത്തിൻ്റെ അനന്തരാവകാശികളായി ഉണ്ടായിരുന്നത് എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ മനസ്സിലാക്കി. വജഅൽനാഹും ഖലായിഫ അവരെയാണ് പിന്നെ നമ്മൾ ഖലീഫമാരാക്കിയത്. പിന്നെ അവരിൽ നിന്നാണ് പിൽക്കാലത്തുള്ള ജനങ്ങൾ സ്വാഭാവികമായും പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമയ്ക്ക് ശേഷം വന്ന ഇബ്രാഹിം, ലൂത്ത്, സാലിഹ്, ശുഐബ് അലൈഹിമുസ്സലാം ഈ പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം, ശുഐബ് നബി അലൈഹിസ്സലാം, സാലിഹ് നബി അലൈഹിസ്സലാം തുടങ്ങിയ നൂഹ് നബി അലൈഹിസ്സലാമക്ക് ശേഷവും മൂസാ നബി അലൈഹിസ്സലാമക്ക് മുമ്പുമായി നിയോഗിക്കപ്പെട്ട ആ പ്രവാചകന്മാരാണ്. സുമ്മ ബഅസ്നാ മിൻ ബഅദിഹി റുസുലൻ അദ്ദേഹത്തിന് ശേഷം നൂഹ് നബി അലൈഹിസ്സലാമക്ക് ശേഷം നാം ദൂതന്മാരെ നിയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇലാ ഖൗമിഹിം അവരവരുടെ ജനതയിലേക്ക്. അപ്പോഴേക്ക് അത് വർഷങ്ങൾ, നൂറ്റാണ്ടുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കും. കാരണം നമുക്കറിയാലോ, ആ ജനത നശിച്ച് പിന്നെ അവരിൽ നിന്ന് പ്രവാചകന്മാരുണ്ടാകണം, അവരിൽ നിന്ന് പുതിയ തലമുറകൾ ഉണ്ടാകണം. അവരിലേക്കാണ് പിൽക്കാലത്ത് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം, ശുഐബ് നബി അലൈഹിസ്സലാം, സാലിഹ് നബി അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. ഫജാഊഹും ബിൽ ബയ്യിനാത്തി
അവരൊക്കെ വന്നത് സ്പഷ്ടമായ തെളിവുകളുമായിട്ടാണ്, ബയ്യിനത്തുമായിട്ടാണ്. ബയ്യിനത്ത് എന്ന തെളിവുകൾ. ഓരോ പ്രവാചകന്മാർക്കും വ്യത്യസ്തങ്ങളായ അടയാളങ്ങൾ. അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയത്തക്കത് മൂസാ നബി അലൈഹിസ്സലാമയുടെ, അതുപോലെ തന്നെ സാലിഹ് നബി അലൈഹിസ്സലാമയുടെ ഒക്കെ അടയാളങ്ങളാണ്. സാലിഹ് നബി അലൈഹിസ്സലാമയുടെ കാലത്തുണ്ടായ ഒട്ടകം, മൂസാ നബി അലൈഹിസ്സലാമക്കുണ്ടായ ഏറ്റവും വലിയ അത്ഭുതം അദ്ദേഹത്തിൻ്റെ വടിയും അദ്ദേഹത്തിൻ്റെ കയ്യും. പിന്നെ ഫിറഔന്റെ പ്രബോധന സമയത്ത് അവിടെ സംഭവിച്ചിരുന്ന ഒരുപാട് അമാനുഷിക അത്ഭുത സംഭവങ്ങൾ. അതൊക്കെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ബിൽ ബയ്യിനാത്തി, തെളിവുകളുമായിട്ടാണ് ആ പ്രവാചകന്മാരൊക്കെയും വന്നത്. പക്ഷേ ഫമാ കാനു ലി ഉമിനു അവരുടെ ജനത അത് വിശ്വസിക്കുന്നവരായില്ല. കാരണം എന്താ? ബിമാ കദ്ദബൂ ബിഹി മിൻ ഖബ്ലു, മുമ്പൊക്കെ അതിനെ നിഷേധിക്കുകയായിരുന്നു. പൂർവ്വ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ അല്പമൊക്കെ അവരിലുണ്ട്, എങ്കിലും അവർ അടിസ്ഥാനപരമായി വഴിവഴച്ചിട്ടുണ്ട്. പൂർവ്വ പ്രവാചകന്മാരുടെ അധ്യാപനം അവരിലുണ്ട്, അടിസ്ഥാനപരമായി അവർ വഴിവഴച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോഴും അങ്ങനെ തന്നെ. ഇബ്രാഹിം നബിയുടെ പാരമ്പര്യത്തിലാണ് ഞങ്ങളുള്ളത് എന്ന് പറയുന്ന അറബികൾ ഇബ്രാഹിം നബിയുടെ നിലപാടിന് വിരുദ്ധമായ ബഹുദൈവത്വ ആരാധനയിലേക്കും വിശ്വാസത്തിലേക്കും നീങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും അവർ പറയുക ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യത്തിലാണ്. കാരണം പൂർവികരായി പാരമ്പര്യമായി കാക്കക്കാരണവന്മാരായി അവർക്ക് വന്നു കിട്ടിയ, അല്ലെങ്കിൽ അവർ ഉൾക്കൊണ്ട, അവർ കണ്ടുപഠിച്ച രീതികൾ, അത് വിശ്വാസപരമാവട്ടെ കർമ്മപരമാവട്ടെ, അതൊക്കെ ആയിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ മുമ്പ് മുതൽക്കേ അവർ തള്ളിക്കളഞ്ഞു വന്നിരുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അവരിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെയും അവർ വിശ്വസിച്ചിരുന്നില്ല. അതാണ് ഫമാ കാനു ലിയുഅ്മിനു ബിമാ കദ്ദബൂ ബിഹി മിൻ ഖബ്ലു, മുമ്പൊക്കെയും അവർ തള്ളിക്കളഞ്ഞിരുന്നത് കൊണ്ട്, തള്ളിപ്പറഞ്ഞിരുന്നത് കൊണ്ട് ഇപ്പോൾ നിയോഗിക്കപ്പെട്ട, അവരിലേക്ക് തന്നെ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെയും അവർ വിശ്വസിച്ചില്ല. കദാലിക നത്ബഉ, അങ്ങനെ നമ്മൾ മുദ്ര വെക്കുക അലാ ഖുലൂബിൽ മുഅ്തദീൻ, മുഅ്തദീങ്ങളുടെ, എഴുത്തതാണ് അതിര് വിട്ട് പരിധി ലംഘിച്ചു എന്നൊക്കെയാണ് അല്ലേ നിയമലംഘനം നടത്തിയെന്നൊക്കെ. ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കുക, ഇതൊരു വലിയ ദുരന്തമാണ്, വലിയ ദുര്യോഗമാണ്. മനസ്സിൽ മുദ്ര വെക്കപ്പെട്ടാൽ പിന്നെ അതിലേക്ക് അള്ളാഹുവിൻ്റെ ദീൻ അങ്ങോട്ട് കയറൂല. അങ്ങനെ ഉള്ളിലുള്ളത് വന്നിട്ട് പുറത്തേക്ക് പോകൂല. ഒരു സാധനം മുദ്ര വെച്ചാൽ, കവറ് മുദ്ര വെച്ചു, അരക്കിട്ട് മുദ്ര വെച്ചാൽ പിന്നെ എന്താണ്, നമ്മൾ ഈ സ്ട്രോങ് റൂമൊക്കെ പറയില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടൊന്നും ചെല്ലാൻ പാടില്ല, അങ്ങോട്ടും ഒന്നും വരാൻ പാടില്ല. അങ്ങനെയാണ്. അതാണ് ഇപ്പോൾ മുദ്ര വെക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങോട്ട് പിന്നെ ഒന്നും കയറൂല, അതിൻ്റെ ഉള്ളിലൊന്നും ഇങ്ങോട്ട് പോകുക. അത് ദുരിതമായിരിക്കും. കാരണം അവർക്ക് സത്യം കാണാനും അറിയാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം നഷ്ടപ്പെടും. ഇത് പല വിധത്തിൽ നമ്മൾ മുമ്പ് സൂറത്ത് അൽ-ബഖറ പഠിച്ചപ്പോൾ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം, അതുപോലെ തന്നെ തബഅ എന്നുള്ള പദം നമ്മൾ ഇവിടെ തബഅ എന്നുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഖതമ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. റാന സൂറത്തുൽ മുത്തഫിഫീനിലില്ലേ, ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചത് കൊണ്ട് അവരുടെ മനസ്സിൽ കറ പിടിച്ചു എന്നാണ് അവിടെ പറഞ്ഞത്. കറ പിടിക്കുക, എന്താണ് ഈ കറ പിടിക്കുക എന്ന് പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചല്ലോ. ഓരോരോ തിന്മകൾ ചെറുതാണെന്ന് വെച്ച് അവഗണിച്ച് അത് ചെയ്യുമ്പോൾ മനസ്സിൽ ഇങ്ങനെ കറുത്ത പുള്ളി വീഴുക. ഒരു തിന്മ ചെയ്യുമ്പോൾ അതിൽ പശ്ചാത്തപിക്കുകയോ തൗബ ചെയ്യുകയോ ചെയ്തിട്ടില്ല, നിസ്സാരമല്ലേ, ചെറുതല്ലേ എന്ന് വെച്ചപ്പോൾ എന്ത് മനസ്സിൽ കറുത്ത ഒരു പുള്ളി വീഴും. അടുത്തത് അങ്ങനെ തന്നെ ആകുമ്പോൾ ഒരു പുള്ളിയും കൂടി വീഴും, പിന്നൊരു പുള്ളിയും കൂടി വീഴും, പിന്നൊരു പുള്ളിയും കൂടി വീഴും. അങ്ങനെ തെളിഞ്ഞ ഹൃദയം പുള്ളി വീണ്, കറുത്ത പുള്ളി വീണ് കറുത്തു പോകും. നമ്മൾ പറയില്ലേ കറുത്ത ഹൃദയമാണ് എന്ന് പറയുക. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ട് പറയുന്നത് ദാലിക്കൽ റാനു, അതാണ് റാൻ എന്ന് പറഞ്ഞാൽ മുദ്ര വെക്കുക എന്ന് പറഞ്ഞു, കറ പിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ റാന എന്നുള്ള പ്രയോഗം അല്ലാഹു തആല സംബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ അക്കിന്നത്ത്, ഹിഷാവത്ത്, ഹിത്ത, വഖർ അല്ലേ, വഅല സമഇഹിം വഖർ, മൂടിയിടുക എന്ന് വെച്ചാൽ നല്ലത് കേൾക്കും. ഇതൊക്കെ കൂടി സൂചിപ്പിക്കുന്ന വാക്ക് തന്നെയാണ് തബഅ, മുദ്ര വെക്കുക. സാധാരണ സീല ഈണീനും തബഅ തന്നെയാണ് പറയുക. അപ്പം അത്തരമൊരവസ്ഥ നമ്മൾ അള്ളാഹിനോട് കാവലിനെ ചോദിക്കേണ്ടതാണ്. സത്യം മനസ്സിലാക്കാൻ, സത്യം സ്വീകരിക്കാൻ, ധർമ്മം സ്വീകരിക്കാൻ, നല്ലത് ചെയ്യാൻ, നല്ലത് സ്വീകരിക്കാനുള്ള അവസരം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. മുഅ്തദീങ്ങളുടെ ഹൃദയങ്ങൾക്ക് നമ്മൾ മുദ്ര വെക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് സത്യം സ്വീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം.
സുമ്മ ബഅസ്നാ മിൻ ബഅദിഹി റുസുലൻ, അദ്ദേഹത്തിനു ശേഷം ആരാണ് അദ്ദേഹം? നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമക്ക് ശേഷം നാം ദൂതന്മാരെ നിയോഗിച്ചു ഇലാ ഖൗമിഹിം, അവരുടെ ജനതയിലേക്ക്. ഫജാഊഹും ബിൽ ബയ്യിനാത്തി, ആ ദൂതന്മാരൊക്കെയും ആ ജനതയിലേക്ക് തെളിവുകളുമായി വന്നു. ഫമാ കാനൂ ലിയുഅ്മിനൂ, അവർ വിശ്വസിക്കുന്നവരായില്ല. ബിമാ കദ്ദബൂ ബിഹി മിൻ ഖബ്ല്, മുമ്പ് അതിനെ നിഷേധിച്ചവരായതുകൊണ്ട്. കദാലിക നത്ബഉ അലാ ഖുലൂബിൽ മുഅ്തദീൻ, അപ്രകാരമാണ് നാം പരിധി വിട്ടവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും സത്യം സ്വീകരിക്കുവാൻ, അവൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാൻ, അവൻ്റെ ദീനിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും മുഹ്സിനീങ്ങളുമായി ജീവിച്ച് പഠിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നതാണ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.